വെൽക്കം ടു വിങ്സ് ഓൺലൈൻ ക്ലാസ്. എല്ലാ കുട്ടികൾക്കും എന്താണ് 8ാം ക്ലാസ്സിലെ വിങ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഏതാണ് മോഷൻ ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിന്റെ ഒരു 7-8 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ഒന്നും കൂടി ഗ്രിപ്പ് കിട്ടും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കല്ലോ അമ്മ, നോക്കാം. എടാ ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ചോ. എന്താണ് സ്പീഡ്, ഡിസ്റ്റൻസ് ഇതൊക്കെ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഈ സാധനം എന്ത് ചെയ്യണം, വരച്ചിടണം. നോക്കിയടാ, ഈ ഒരു സാധനം ഞാൻ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടില്ലേ, എന്താണിത്? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഈ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റണ ഒരു ട്രയാങ്കിൾ ആണ്. ഇത് കണ്ടാലും നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് കിട്ടും. അപ്പൊ ആദ്യം അത് വരച്ചിടാം കേട്ടാ. എന്താ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ പറയണത് മക്കളെ? എ കാർ സ്റ്റാർട്ട് ഫ്രം എ ആൻഡ് റീച്ചസ് ബി വിച്ച് ഈസ് 75 മീറ്റേഴ്സ് അവേ. അതായത് ഈ കാർ എയിൽ തുടങ്ങി ബിയിലേക്ക് എത്തി. ഇതിങ്ങനെ നേരെ പോയിട്ടാ. അത് എത്രയാണ്? 75 മീറ്റർ അവേ ആണ്. ഇവിടെ നിന്ന് ഇവിടെ 75 മീറ്റർ ദൂരമുണ്ട്. ഓക്കെ, സെറ്റ്. എന്നിട്ട് അവർ പറയുന്നത് എന്നിട്ടാണ് യൂണിഫോം സ്പീഡ് ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ കാർ എയിൽ നിന്ന് തുടങ്ങി 75 മീറ്റർ സഞ്ചരിച്ച് ബിയിലേക്ക് എത്തി. എത്ര മീറ്റർ പെർ സെക്കൻഡിൽ? 25 മീറ്റർ പെർ സെക്കൻഡിൽ. ഇതാണ് അയാൾ പറഞ്ഞേക്കണത്. ഇനി അടുത്ത സെന്റൻസ് വായിക്കി. അനദർ കാർ വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. അതായത് വേറൊരു കാർ എന്ത് ചെയ്ത് എയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അടുത്ത കാറിന്റെ സ്പീഡ് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് അവർ പറയും ആ കാറ് എയിൽ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ഫ്രം എ ആൻഡ് റീച്ചസ് ബി ത്രൂ സി. അതായത് നേരത്തെ കാർ എന്താണ്, എയിൽ തുടങ്ങി നേരെ വന്ന് ബിയിലേക്ക് എത്തി. അടുത്ത കാർ എന്താണ്, എയിൽ തുടങ്ങി നേരെ ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വന്നു. ഇത് സി ആണ്ടാ, സി, എ ബി സി. ആ കാർ എന്ത് ചെയ്തടാ, ഫസ്റ്റത്തെ കാർ ഇങ്ങനെ വന്നെങ്കിൽ അടുത്ത കാർ എന്ത് ചെയ്ത് ഇത് ഇങ്ങനെയാണ് പോയത്. മനസ്സിലായോ ഡിഫറൻസ്? അപ്പൊ നമുക്ക് ആ കാർ ഉണ്ട്, അതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ആ കാർ ഇങ്ങനെ പോയത്, ഇതിങ്ങനെയാണ് ആ കാർ പോയത്. ഓക്കെ അല്ലേ? ഇനി അവർ ചോദിക്കണം എന്താണ്, വിച്ച് കാർ വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ്. ഏത് കാർ ആദ്യം ഡെസ്റ്റിനേഷനിൽ എത്തും? 2 കാറും എയിലാണ് തുടങ്ങിയേക്കണം, ഇവിടെ 2 കാറും അവസാനിച്ചിരിക്കണം ബിയിലാണ്. ഓക്കെ അല്ലേ? ഇനി ഇവർ രണ്ടിൽ ആരാണ് ഏറ്റവും പെട്ടെന്ന് എത്തിയേക്കണത്? അപ്പൊ ടൈം അല്ലേ നമുക്കറിയേണ്ടത്, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ടൈമിന്റെ ഇക്വേഷൻ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. എന്താണ് മക്കളെ ടൈമിന്റെ ഇക്വേഷൻ? ടൈമിന്റെ ഇക്വേഷൻ അറിയാൻ എന്തിനാ, ടി ഒത്തിപ്പിടിക്കണം. ഓക്കെ, ടി ഒത്തിപ്പിടിച്ച് ഇപ്പൊ എന്താണ് D/S അല്ലുള്ളത്. അപ്പൊ എഴുതിക്കോ, ടി ഈക്വൽ ടു, അതായത് ടൈം ടി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതാണ് എന്ത്, D/S. ടൈമിന്റെ ഇക്വേഷനായി കേട്ടാ. ആദ്യം പറഞ്ഞത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടൈമാണ്. അപ്പൊ എന്ത് ചെയ്യണം, ടൈമിന്റെ ഇക്വേഷൻ ആദ്യം കണ്ടെത്തണം. അത് നമ്മൾ എടുത്ത് എഴുതിയില്ലേ. ഇനി കാർ എയുടെ ടൈം കണ്ടുപിടിക്കാം. കാർ എ മക്കളെ, കാർ എ ടൈം എന്ന് പറഞ്ഞത് എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. നോക്കൂ, കാർ എ എന്ന് പറഞ്ഞാല് നോക്കിയടാ, കാർ എ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയും വരെ എത്തി അല്ലേ. 75 മീറ്റർ സഞ്ചരിച്ച് എത്ര സ്പീഡിൽ? 25 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പൊ ഡിസ്റ്റൻസ് 75ഉം സ്പീഡ് എത്രയാണ്? 25. നോക്കിയടാ, ഡിസ്റ്റൻസ് 75 സ്പീഡ് 25. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അവിടെ ചെയ്തേക്കുന്നത് കേട്ടാ അല്ലേ. ഇനി പറ, 25ഉം 75ഉം വെട്ടിയാൽ എത്ര കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 25 75 വെട്ടിക്കഴിഞ്ഞാൽ മക്കളെ എത്ര കിട്ടും? 3 കിട്ടും. അതിന്റെ യൂണിറ്റ് എന്താണ്? ആലോചിച്ച് നോക്കി, സെക്കൻഡ്. എന്താണ്? സെക്കൻഡ്. 3 സെക്കൻഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ കാർ എയിൽ തുടങ്ങി ബിയിൽ അവസാനിച്ച് 75 മീറ്റർ സഞ്ചരിച്ച് സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് എന്ത് ചെയ്ത്, എന്തോരം ടൈം എടുത്തെന്ന് നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന ഇക്വേഷൻ ഇട്ടിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ കാർ എ 3 സെക്കൻഡ് എടുത്തിട്ടുണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ. ഇനി കാർ ബി ടൈം എന്തോരം എടുത്ത് നോക്കണം. എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. കാർ ബി ഡിസ്റ്റൻസ് എത്രയാണ്?
എയിൽ നിന്ന് സിയിലേക്ക് പോയി പിന്നെ ബിയിലേക്ക് വന്നു. ഇതാണ് കാർ ബി അല്ലേ? അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക് 50 മീറ്റർ ഉണ്ട്, സിയിൽ നിന്ന് ബിയിലേക്ക് 70 മീറ്റർ ഉണ്ട്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എന്തോരം മീറ്റർ ഉണ്ട് നോക്കിയേ, ഇവിടെ 50 പിന്നെ 70, അപ്പൊ ടോട്ടൽ എത്ര? 120 മീറ്റർ എന്ത് കാർ ബി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് എത്രടാ? 120 മീറ്റർ. വളരെ സുഖമാണ്. ഇനി സ്പീഡ് എത്ര നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കാർ ബി സഞ്ചരിക്കുന്ന സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ സ്പീഡ് ഇങ്ങനെ അടിയിലെടുത്ത് എഴുതിക്കും 30. ഇനി മക്കളെ നോക്കടാ, ഈ 30 120 വെട്ടാൻ പറ്റില്ലേ? വേണ്ട, 0 0 അത് വെട്ടിക്കളഞ്ഞു, അതിലെ സുഖം. 0 0 വെട്ടി, എന്നിട്ട് 3 12 എത്ര പ്രാവശ്യം പോകും? 4 തവണ പോകും. ആൻസർ എത്തിട്ടും 4 സെക്കൻഡ് കിട്ടും. കിട്ടിയാ? അപ്പോ നോക്കടാ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണ? എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, കാർ എ നേരെ വന്നു, കാർ ബി എയിൽ നിന്ന് ബിയിലേക്ക് എങ്ങനെയാണ്? ഇതിങ്ങനെ പോയി ഇതിങ്ങനെ വന്നു അല്ലേ? രണ്ടും ഡിഫറൻസ് എന്തുണ്ട്? ഇവിടെ 120 മീറ്റർ, ഇവിടെ 75 മീറ്റർ അല്ലേ? ഇവിടെ 30 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 25 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെയാണ് വരെ വ്യത്യാസങ്ങൾ. അപ്പൊ ടൈമിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്താ നോക്കിയടാ, കാർ എയിൽക്ക് 3 സെക്കൻഡും കാർ ബിക്ക് 4 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ആരാ എത്തുക? ഏറ്റവും കുറവ് ടൈം എടുത്ത ആള് ഏറ്റവും പെട്ടെന്ന് എത്തും. ടൈം കുറവാണ് കാർ എ 3 സെക്കൻഡ് അല്ലേ? അപ്പൊ കാർ എ ആണ് എന്നിട്ട് ഏറ്റവും പെട്ടെന്ന് എത്തിയത് കേട്ടോ. അപ്പൊ ആൻസർ എന്താടാ? കാർ എ. കേട്ടാ മക്കളെ, ഈ സ്റ്റെപ്പ് ഉണ്ടല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് എഴുതണം. ആദ്യം എന്ത് ചെയ്യണം? ടൈമിന്റെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് ഇത് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്തിട്ട് കാർ എക്കാണ് സ്പീഡ്, എന്നിട്ട് സ്പീഡല്ല മക്കളെ, എന്നിട്ടാണ് ടൈം കുറവ് എത്താനായിട്ട് എന്നുള്ളതും കൂടി എഴുതി വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകാം. നോക്ക്, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. എ ബസ് സ്റ്റാർട്ട് ഫ്രം സി. എ ബസ് സ്റ്റാർട്ട് ഫ്രം സി ആൻഡ് റീച്ചസ് ഡി ഇൻ 7 സെക്കൻഡ്. എടാ, ഒരു ബസ് സിയിൽ നിന്ന് തുടങ്ങി ഡിയിലെത്തി ഇൻ 7 സെക്കൻഡ്സ്. അതായത് സിയിൽ നിന്ന് തുടങ്ങി ഡിയിലേക്ക് എത്താൻ എത്ര സെക്കൻഡ് എടുത്ത്? 7 സെക്കൻഡ് എടുത്ത്. അപ്പൊ നോക്കിയാ ടൈം എത്ര എടുത്താ? ടൈം 7 സെക്കൻഡ്. അതപ്പോ തന്നെ കിട്ടിയില്ലേ? ടൈം 7 സെക്കൻഡ്. ഇനി ദ യൂണിഫോം സ്പീഡ് ഓഫ് ദ ബസ് ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്. സുഖം. സ്പീഡ് എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. എടാ, നമുക്ക് ടൈമും തന്ന് സ്പീഡും തന്നു. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം സി ടു ഡി. സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം. എടാ, ടൈമും തന്ന് സ്പീഡും തന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? ഇതേ കഴിഞ്ഞ ദിവസം നോക്കി, ഇതേടാ ആ ട്രയാങ്കിൾ നോക്കി. നേരത്തെ ടൈം കണ്ടുപിടിക്കണ്ട, ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ട? ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് പൊട്ടിപ്പിടിക്കുക. എന്താണ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ? എസ് ഇൻറ്റു ടി. എന്താണ്? എസ് ഇൻറ്റു ടി. ഓർത്ത് വെച്ചോട്ടാ. നോക്കടാ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താവും? എസ് ഇൻറ്റു ടി അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി എത്രയാണ്? എസ് എത്രയാണ്? 50 ഇൻറ്റു ടൈം എത്രയാണ്? 7. മക്കളെ, 50 ഇൻറ്റു 7 എത്രയാണ്? 420. 420 സോറി ട്ടോ, 420 അല്ല, 350. തെറ്റിപ്പോയതാണ് കേട്ടാ. അങ്ങനെ തെറ്റിക്കരുത് കേട്ടാ ക്ലാസ്സിൽ, അല്ല എക്സാമിൽ. 350 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ഇടണം? മീറ്റർ ഇടണം കേട്ടോ, മറക്കരുത്. യൂണിറ്റ് നിർബന്ധമാണ്. ടൈം ആണെങ്കിൽ സെക്കൻഡ് എന്നും, സ്പീഡ് ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നും, ഡിസ്റ്റൻസ് ആണെങ്കിൽ മീറ്റർ എന്നും ഉറപ്പായിട്ട് എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. നേരത്തെ ടൈമും ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, ഇവിടെ എന്ത് ചോദിച്ചു? ഡിസ്റ്റൻസ് ചോദിച്ചു. ഇതൊക്കെ സിമിലർ സാധനമാണ്. ദേ സിമിലർ ക്വസ്റ്റ്യൻ വേറെ ഒരെണ്ണം. ഇത് എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് എടാ, സെയിം സാധനം തന്നെ ഈ ക്വസ്റ്റ്യൻ, പക്ഷെ എന്താണ് ഡിഫറൻസ്? അവരൊന്ന് റിലേറ്റബിൾ ആക്കി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയുന്ന ഒരു സിറ്റുവേഷൻ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ തണ്ടർ ഫ്രം 1200 ആണോ? അല്ല, 12000 മീറ്റർ അവേ. അതായത് നോക്കിയടാ, നമ്മളിപ്പോ ഓരോടത്ത് എന്താണ് ഇടിമിന്നൽ അല്ലെങ്കിൽ എന്താണ് മിന്നലടിച്ച്, അപ്പോ ആ അടിച്ച മിന്നലിന്റെ സൗണ്ട് 12000 മീറ്റർ അവയാണ് നമ്മ നിൽക്കുന്നത്. നോക്കണം, മിന്നൽ ഇവിടെ അടിച്ച് ഇങ്ങനെ അടിച്ച് വിചാരിച്ച നമ്മള് 12000
മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് പറഞ്ഞേക്കണം. ഇത് മിന്നലാണ്. ഇത് കണ്ടിട്ട് മിന്നലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കുഴപ്പമില്ല. എടാ ഇവിടെ മിന്നലടിച്ച് 12,000 മീറ്റർ അപ്പുറത്ത് ആരുണ്ട്? ഞാൻ നിപ്പുണ്ട്. അപ്പോ ഈ മിന്നലടിക്കുന്ന സൗണ്ട് ഇല്ലടാ, ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ ചെവിയിലേക്ക് എത്തണം. അതിന് കുറച്ച് ടൈം പിടിക്കും. എന്തോരം ടൈം പിടിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതാണ് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. മക്കളെ, ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ദേ ഒന്നും കൂടി ആ ട്രയാങ്കിളിലേക്ക് പോട്ടമ്മ. എടാ ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ടൈം പൊത്തിപ്പിടിക്കുക. പറ. D/S. ഓക്കേടാ, ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? D/S. D/S. നോക്കൂട്ടാ. എടാ ഇനി ഡിസ്റ്റൻസ് എത്ര? ദേ മിന്നൽ ഇവിടെ അടിച്ച് 12,000 മീറ്റർ അപ്പുറത്തുനിന്ന് ഞാൻ കേട്ട്. ഡിസ്റ്റൻസ് എത്ര? 12,000. ഡിസ്റ്റൻസ് 12,000 മീറ്റർ ഡിവൈഡഡ് ബൈ എന്താണ്? സ്പീഡ്. മക്കളെ സ്പീഡ് എന്താണ്? സ്പീഡ് ഓഫ് ദ സൗണ്ട് ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡ് എന്താണ്? 340 അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. നോക്കിയടാ, ഇതിന് സുഖമല്ലേ? മുകളിൽ ഒരു 0, അടിയിൽ ഒരു 0. വെട്ടി പോട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് വെട്ടാൻ പറ്റില്ല നമുക്ക്. 2 കൊണ്ട് വെട്ടാം. 34 2 കൊണ്ട് വെട്ടിയാൽ മക്കളെ എന്ത് വരും? 17 വരും. 12 2 കൊണ്ട് വെട്ടിയാൽ 6 ആയി. പിന്നെന്തായി? 2 0 ആയി. അപ്പൊ എന്ത് വരും ഇവിടെ? 600/17 എന്നായി അല്ലേ? 17 ഒരു പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ എന്താണെന്ന് അറിയോ? ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. കാൽക്കുലേഷൻ കറക്റ്റ് അല്ലേ? നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. 1 7 17 ആണ്. 600 ആണ്. ഇത് ഇനി വെട്ടാൻ പറ്റോടാ? നമുക്ക് നോക്കാട്ടോ. നമുക്ക് ഹരിച്ചു നോക്കത്. 600 ഡിവൈഡ് ബൈ 17. മക്കളെ 60 17 എത്ര പ്രാവശ്യം പോകും? ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. 2 പ്രാവശ്യം 34 ആവും. 3 പ്രാവശ്യം ആവുമ്പോ 17 ഇൻറ്റു 5 വരും. ഇല്ല, 4 വന്ന് എത്ര വരും? 8 2 68 ആവും. 17 ഇൻറ്റു 3 എത്ര ആവും? 1 2 51 ആവും അല്ലേ? 3 ആവും. 51 ആയി. 90. 17 90 എത്ര പ്രാവശ്യം പോകും അറിയോ? അത് നോക്കി നോക്കിയേ. 17 ഇൻറ്റു 4 68 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു 17 കൂടെ ആഡ് ചെയ്താൽ എത്ര ഒരു 8 6 86. 17 ഇൻറ്റു 5 86 4. ഇനി ഇവിടെ പോവില്ല. ഒരു 0 കൂടി ഇട്ട് കൊടുത്താലോ? 0 ഇട്ട് കൊടുത്താൽ ഇവിടെ പോയിന്റ് ഇടണം. 40 എത്ര പ്രാവശ്യം പോകും? 34 പോവും. അത് 2 ആണ്. എനിക്ക് കിട്ടിയേക്കണത് 600നെ 17 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയേക്കണ എത്രയാ? 35.2 എന്നാണ് കിട്ടിയേക്കണത് കേട്ടാ. എന്ന് പറയുമ്പോ 35.2. എടാ 35 ആട്ടത്. 35.2 മീറ്റർ പെർ അല്ല 35.2 സെക്കൻഡ് ആണ്. ടൈം അല്ലേ പറഞ്ഞേക്കണം? 35.2 സെക്കൻഡ്. ഇതാണ് എനിക്ക് കിട്ടിയേക്കണത് കേട്ടാ. ഇതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോട്ടെ മക്കളെ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ അറിയോ, എനിക്ക് ചെറിയ ഡൗട്ട് വന്നു പെട്ടെന്ന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മെയിൻലി നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ആദ്യം എന്താണ്? ടൈമാണ് ചോദിച്ചേക്കണത്. ടൈം ചോദിക്കണമെങ്കിൽ എന്ത് വേണം? സ്പീഡും വേണം, പിന്നെ എന്ത് വേണം? ഡിസ്റ്റൻസും വേണം അല്ലേ? ഡിസ്റ്റൻസ് 12,000 മീറ്റർ തന്നിട്ടുണ്ട്, സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഹരിക്കുക എന്നുള്ളതാണ് കാര്യം. ഹരിക്കണം എന്ത് ചെയ്യുക? ഇട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് 35.2 ആണെന്ന് കേട്ടോ. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം.
നോക്കടാ, ഇത് സിമ്പിൾ ആണ്. നോക്കി, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അശ്ശോ, ഇത് ഞാൻ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലായില്ല. നോക്കിയടാ, എന്താണ് സംഭവം? ഇയാൾ ഓടാൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഒരു ഓടിക്കൊണ്ടിരിക്കണമെന്നുണ്ട്, ഓടണ മൈൻഡിലാണ്. ആളെ തലയിൽ തൊപ്പിയുണ്ട്. ഇനി കോണ്ടെക്സ്റ്റ് നോക്കാം കേട്ടോ. നോക്ക്, ഹാറ്റ് ഓൺ ദ ഹെഡ്, ഹാറ്റ് ഓൺ ദ ഹെഡ് റിലേറ്റീവ് ടു ദ റണ്ണിങ് ചൈൽഡ്. അതായത് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഹാറ്റ് ആണ്. ഹാറ്റ് ഓൺ ദ ഹെഡ് ആണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. എന്തിനെ വെച്ച് നോക്കണം? റഫറൻസ് ആരാണ്? റിലേറ്റീവ് ടു ദ റണ്ണിങ് ചൈൽഡ്. എടാ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റഫറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റഫറൻസ്, റിലേറ്റീവ് എന്താണ്? റഫറൻസ് ആണ്. അതായത് നമ്മുടെ മെയിൻ കോണ്ടെക്സ്റ്റ് ആരാണ്? ഹാറ്റ് ഓൺ ദ ഹെഡ് ആണ്, തലയിലെ തൊപ്പിയാണ്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ റഫറൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ റഫറൻസ് ആരാണ്? റണ്ണിങ് ടു ദ റണ്ണിങ് ചൈൽഡ്. റണ്ണിങ് ചൈൽഡ് ആണ് റഫറൻസ്, ഓടണ കുട്ടിയാണ് റഫറൻസ്. എടാ, അപ്പൊ റഫറൻസ് ആരാണോ അവരായിട്ട് നമ്മ മാറണം, അറിയാലോ. അപ്പൊ നമ്മളുടെ കോണ്ടെക്സ്റ്റ് തലയിലെ തൊപ്പി, ഹാറ്റ് ഓൺ ദ ഹെഡ്. റഫറൻസ് ടു ദ റണ്ണിങ് ചൈൽഡ്, റഫറൻസ് റണ്ണിങ് ചൈൽഡും ആണ്. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? ഓടണ കുട്ടിയായിട്ട് മാറണം. ഇനി പറടാ, നമ്മളാണോ ഓടണത്? നമ്മുടെ തലയിലാണ് തൊപ്പി ഇരിക്കുന്നത്. തൊപ്പി മോഷനിലാണോ റെസ്റ്റിലാണോ? നമ്മൾ ഓടുമ്പോൾ തൊപ്പി നമ്മുടെ ഒപ്പല്ലേ നിൽക്കണത്, അപ്പൊ റെസ്റ്റ് അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ? സ്റ്റേറ്റ് ഓഫ് എന്താടാ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇനി നെക്സ്റ്റ് കോണ്ടെക്സ്റ്റിലേക്ക് പോവാ. അവിടെ എന്തിനാടാ? ഹാറ്റ് ഓൺ ദ ഹെഡ് തന്നെയാണ് എന്ത്? കോണ്ടെക്സ്റ്റ്. ഹാറ്റ് ഓൺ ദ ഹെഡ് തന്നെയാണ് കോണ്ടെക്സ്റ്റ്. പക്ഷെ എന്താണ്? റെഫറൻസ് പോയിന്റ് മാറിയിട്ടുണ്ട്. നോക്കിയടാ, റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട്. റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റഫറൻസ് പോയിന്റ് ഗ്രൗണ്ട് ആണെന്നാണ്. റിലേറ്റീവ് എന്താണ്? റഫറൻസ് ആണ് കേട്ടോ. അപ്പൊ റഫറൻസ് ടു ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് നോക്കണം. നമ്മ എന്താവണം? ഗ്രൗണ്ട് ആവണം. ഇനി ഗ്രൗണ്ടിൽ നിന്നിട്ട് ആ ഹാറ്റിനെ നോക്കിയേ, ആ ചെക്കൻ ഓടെയാണ് അല്ലേ? ആ ഹാറ്റും ചെക്കൻ്റെ ഒപ്പം പോവല്ലേ? നമ്മൾ ഗ്രൗണ്ടിലല്ലേ നിൽക്കണം. അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചെക്കൻ ഓടുന്നുണ്ട്, ഒപ്പം ഹാറ്റും പോകുന്നുണ്ട്. അപ്പൊ ഹാറ്റ് എന്തിലാണ്? മോഷനിലാണ്. എന്താണ്? മോഷനിലാണ്. എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷൻ. ആ ക്വസ്റ്റ്യനിൽ എന്ത് ശ്രദ്ധിച്ചാൽ മതി? എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് നോക്കുക. എന്തിനെ ഒബ്സർവ് ചെയ്യണം, അതാണ് കോണ്ടെക്സ്റ്റ്. അതായത് ആലോചിക്കുക. എന്നിട്ട് എന്താണ് റഫറൻസ് പോയിന്റ് എന്ന് ആലോചിക്കുക. റഫറൻസ് പോയിന്റ് എന്താണെന്ന് പറയുന്നു, അത് നമ്മളാവണം. റഫറൻസ് പോയിന്റ് ടേബിൾ ആണെന്ന് പറയണമെങ്കിൽ നമ്മ ടേബിൾ ആവണം. റഫറൻസ് പോയിന്റ് ഗ്രൗണ്ട് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ആവണം. റഫറൻസ് പോയിന്റ് ഒരു ഹോഴ്സ് ആണെന്ന് പറയണമെങ്കിൽ നമ്മ ഹോഴ്സ് ആവണം. ഇതൊക്കെ നമ്മളായിട്ട് നമ്മൾ നോക്കണം. നമ്മുടെ കൂടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അതോ അകന്നു പോയോ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കും എന്തായാലും ഓൺ എക്സാമിൽ കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ടെക്സ്റ്റിലുള്ള എക്സാമ്പിളൊക്കെ ചെയ്ത് നോക്കാം. നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. ഇതേ മോഷനും ഫോഴ്സ് ഒക്കെ ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. എന്താണ്? ദ മോഷൻ ഓഫ് എ മാംഗോ ഫോളിംഗ് ഫ്രം എ ട്രീ and the cricket ball hit by bat both require force. എടാ, അതായത് ഒരു മാങ്ങ എന്താണ്? അടിക്ക് വീഴാണ്. എങ്ങനെ? മരത്തിൽ നിന്ന് ഒരു മാങ്ങ അടിക്ക് വീഴണം മക്കളെ, അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാറ്റ് ബോളോ അടിക്കണം, അല്ലേ? ഇത് രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ്. ഈ രണ്ട് സിറ്റുവേഷൻ എന്ത് വേണം? ഫോഴ്സ് വേണം, അല്ലേ? എന്താണ് ഈ ഫോഴ്സുകളുടെ വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഒരു മാവാണെന്ന് വിചാരിക്കട്ടോ. ഒരു മാങ്ങ എന്ത് ചെയ്യണ്? അടിക്ക് വീഴാണ്. ഞാനിതേ മാങ്ങ വീഴണം ഉദ്ദേശിച്ചത്, സൈഡിൽ നിന്ന് ഉദ്ദേശിച്ചത് മാങ്ങ വീഴുന്ന എയർ കാണിക്കണ്ട, വേറെ ഒന്നുമല്ല. മരത്തിൽ നിന്ന് മാങ്ങ വീഴുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? ബാറ്റ് കൊണ്ട് ബോൾ അടിക്കണം. ബോൾ പോണതായിട്ട് ഞാൻ ഈ കാണിക്കുന്നത്. ബാറ്റ് കൊണ്ട് ബോൾ അടിക്കണം. ഈ രണ്ട് സിറ്റുവേഷൻ എന്താണ്? ഫോഴ്സ് വേണം. പക്ഷെ ഈ രണ്ട് ഫോഴ്സും വ്യത്യാസമാണ്. അതാണ് അവർ ചോദിക്കുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. എടാ, മാങ്ങ അടിക്ക് വീഴാൻ കാരണം എന്താണ്? ഒരു സാധനം മോളിൽ നിന്ന് എടുത്ത് വിട്ടാൽ എന്ത് ചെയ്യും? എല്ലാം അടിക്കേ പോകുള്ളൂ. വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ എന്താടാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഉള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യും? അടിക്കായിരിക്കുള്ളൂ എന്ത് ചെയ്യുക? എന്തിനേയും കൊണ്ടുപോവുക, താഴേക്ക് കൊണ്ടുപോകും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് പുൾസ് ഡൗൺവാർഡ്സ്. ഏതാണ് അതിന്റെ റീസൺ?
അവിടെ ഉള്ള ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. എടാ അത് കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്ക് അത് അവിടെ പറയാട്ടാ. ഇപ്പൊ എന്തായാലും ഇത് കിട്ടിയില്ലേ. ഇനി രണ്ടാമത്തെ ബാറ്റ് കൊണ്ട് ബോളിൽ അടിക്കുന്നത്, അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വല്ലതും ആണോ? ആണോ? അല്ല. എന്താണ്? എടാ അതൊരു ഇമ്പാക്ട് ഫോഴ്സ് അല്ലേ? അതായത് ബാറ്റ് ബോൾ കൊണ്ട് അടിക്കുമ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയാണ് അല്ലേ? അതെന്താണ്? ഒരു ഇമ്പാക്ട് ഫോഴ്സ് ആണ് മക്കളെ, ഇമ്പാക്ട് ഫോഴ്സ്. ഇതാണ് എന്ത്? ഈ രണ്ട് സിറ്റുവേഷനിലും രണ്ട് ഫോഴ്സ് ആണ്. ഇതാണ് അവർ നമ്മൾ വ്യത്യാസം കേട്ടോ. ഇനി നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When sliding a heavy box on a rough surface and moving the same box on a trolley with tires, what is the difference in the quantity of the force we needed to apply? എടാ അതായത് ഒരു പറയണം എന്താ പറയുക, വെൻ സ്ലൈഡിങ് എ ബോക്സ് ഓൺ റഫ് സർഫസ്, അതായത് ഒരു ബോക്സ് എടുത്തിട്ട് ഒരു റഫ് സർഫസ്, കുറച്ച് റഫാണ്, അതായത് വലിയ സ്മൂത്ത് ഒന്നുമില്ല സർഫസിൽ, ആ റഫ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്യും? തള്ളും. ഇതേടാ നമ്മ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? തള്ളും. ഇനി അവർ പറയണത് രണ്ടാമത് എന്ത് ചെയ്യും? ഈ സെയിം സാധനം എന്ത് ചെയ്യും? ഒരു ട്രോളിയിലിട്ട് ഉന്തും. ടയറുള്ള ട്രോളിയില് മക്കളെ, ട്രോളി എന്താണെന്ന് അറിയില്ലേ? സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവില്ലേ, ആ നേരം നമ്മൾ ഉരുട്ടി കളിക്കുന്ന സംഭവമില്ലേ, അതാണ് ട്രോളി. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ കാണാം. നോക്ക്, ഒരു ബോക്സ് ആദ്യം എന്ത് ചെയ്ത് സർഫസിൽ അങ്ങോട്ട് നിലത്ത് വെച്ചിട്ട് അങ്ങോട്ട് തള്ളി, വേറെ എന്ത് ചെയ്ത് ട്രോളിയുടെ ഉള്ളിലിട്ടിട്ട് തള്ളി എന്ന് വിചാരിക്കും. എന്താണ് ഇവിടെ തമ്മിൽ ഉണ്ടാവണ ഫോഴ്സിന്റെ ഡിഫറൻസ് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഡിഫറൻസ്? എടാ ഇവിടെ തള്ളാൻ സുഖമല്ലേ? പക്ഷേ മാറിപ്പോയി. ഇവിടെ തള്ളാൻ എന്താണ്? ഭയങ്കര പണിയല്ലേ? ഇവിടെ തള്ളാനോ സുഖമല്ലേ? നമ്മൊരു സാധനം നിലത്തിരിക്കണം, ആ സാധനം നിലത്തുനിന്ന് തള്ളാനുള്ള ബലം വേണോ? അതൊരു ഉരുളണ സാധനത്തിന്റെ മുകളിൽ വെച്ചിട്ട് തള്ളാനായിട്ട് വേണ്ടല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് ചെയ്തടാ, ഒരു ടിവിയുടെ വലിയൊരു ടി വി വാങ്ങിച്ചു. ഈ ടി വി ഞാൻ എന്ത് ചെയ്ത് കടയിൽ അവിടെ ടൈലുമ വെച്ചിട്ട് എന്ത് ചെയ്ത് തള്ളിക്കൊണ്ടുപോവാണ്. വേറൊരാൾ എന്ത് ചെയ്ത് ഈ സെയിം ടി വി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്ത് ഒരു ട്രോളി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച്, എന്നിട്ട് അയാളും തള്ളിക്കൊണ്ടുപോയി. രണ്ടാമത്തെ ആൾക്കല്ലേ ഇത് ഈസി, കാരണം ട്രോളി എന്താണ്? ചക്രം ഉണ്ടല്ലോ, ചക്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. മറ്റേ എന്ത് ചെയ്യും? നിലത്ത് കൂടെ തള്ളിയാല് ഒന്നും പറ്റില്ല, പയ്യത്തുള്ളൂ, കുറെ ഫോഴ്സ് കൊടുക്കണം. എന്തുകൊണ്ട് കുറെ ഫോഴ്സ് കൊടുക്കണം എന്നുള്ളതിലാണ് കാര്യം. എന്താണ് കാര്യം? എടാ ഇവിടെ എന്ത് കൂടുതലാണ്? ഫ്രിക്ഷൻ കൂടുതലാണ്. എന്താണ്? ഫ്രിക്ഷൻ കൂടുതലാണ്. കൂടുതലാണെന്നുള്ളതാണ് ഞാൻ ആരോ കാണിക്കുന്നത്. ഇവിടെ എന്ത് കുറവാണ്? ഫ്രിക്ഷൻ കുറവാണ്. എന്ത് കുറവാണ്? ഫ്രിക്ഷൻ കുറവാണ്. അവിടെ എന്ത് കൂടുതലാണ്? ഫ്രിക്ഷൻ കൂടുതലാണ്. മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉരുണ്ട സാധനത്തിനൊക്കെ എന്ത് കുറവായിരിക്കും? ഫ്രിക്ഷൻ കുറവായിരിക്കും. അതിന്റെ പേരിലാണ് ടയർ ഉപയോഗിക്കുന്നത്. ടയർ, ഈ വീല്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഉരുണ്ടത് എന്തിനെന്ത് കുറവായിരിക്കും? ഫ്രിക്ഷൻ കുറവായിരിക്കും. കേട്ടാ, ഇവിടെ ഫ്രിക്ഷൻ കൂടുതലും ഇവിടെ ഫ്രിക്ഷൻ കുറവും. അതിന്റെ പേരിലാണ് ഇവിടെ ഫോഴ്സ് കുറവും അവിടെ ഫോഴ്സ് കൂടുതലും. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how to reduce a friction and give some examples. Does friction have any disadvantages? എടാ how to reduce friction, മക്കളെ എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാം? അതായത് പല സാഹചര്യത്തിലും പല രീതിയിലാണ് ഫ്രിക്ഷൻ കുറയ്ക്കുക. അതിപ്പോൾ ഞാൻ വിചാരിക്കട്ടെ, നമ്മുടെ സൈക്കിളിന്റെ ചെയിനില്ലടാ, ചെയിനിന്റെ ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ചവിട്ടുമ്പോൾ മനസ്സിലാവും ചെയിൻ പിടിക്കും, അതായത് ഭയങ്കര പണിയായിരിക്കുള്ളൂ ചവിട്ടി പോകാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓയിൽ ഒഴിക്കും, ഗ്രീസ് ഒഴിക്കും, ഇതൊക്കെ അല്ലേ പൊതുവെ ചെയ്യാറ്. എടാ അതപ്പം എന്താ ചെയ്യുക? ഫ്രിക്ഷൻ കുറയ്ക്കും. ആ ഫ്രീ വീലിന്റെയും ചെയിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പൊ സ്മൂത്ത് ആയിട്ട് ഓടും. അപ്പൊ ഈ ഗ്രീസ്, ഓയില്, ഇതിനൊക്കെ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ലൂബ്രിക്കൻസ് എന്നാണ്. എന്താണ്? ലൂബ്രിക്കൻസ്. അപ്പൊ നോക്കിയടാ, ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ എന്താണ്? യൂസ് ലൂബ്രിക്കൻസ്. ലൂബ്രിക്കൻസ് ഉപയോഗിക്കാം. ലൂബ്രിക്കൻസ് എന്താണ്? യൂസ് ലൂബ്രിക്കൻസ്. എടാ LUBIRICANTS എന്നാട്ട ലൂബ്രിക്കൻസ്. ഇനി അതാണ് ഒരു കാര്യം. ഇനി വേറെ സാഹചര്യം എന്തായിരിക്കും? എടാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബോൾ ബെയറിംഗ് നേട്ടണ്ട? സൈക്കിളിൽ തന്നെതാണ് ഹാൻഡിലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള പല സാധനത്തിന്റെ ഉള്ളിലും ബോൾ ബെയറിംഗ് ഉണ്ടാവും. ബോൾ ബെയറിംഗ് എന്താണ്? മെക്കാനിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലും ഫ്രിക്ഷൻ കുറയ്ക്കും. കാരണം എന്താണ്? ബോൾ ബെയറിംഗിൽ ബോളാണുള്ളത്, റൗണ്ട് ആയിട്ടുള്ളതല്ലേ ബോള്. റൗണ്ട് ഉള്ളത് എന്ത് കുറവായിരിക്കും? ഫ്രിക്ഷൻ
കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ലൂബ്രിക്കൻസ് ആണ്, പിന്നെ ഉപയോഗിക്കുന്നത് എന്താണ്, ബോൾ ബെയറിങ്സ് ആണ് കേട്ടോ. ബോൾ ബെയറിംഗ്. ഇത് രണ്ടുമാണ് എന്ത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് കാര്യം കേട്ടാ. ഇനി അടുത്ത നോക്കിയടാ, ഡസ് ഫ്രിക്ഷൻ ഹാവ് എനി ഡിസഡ്വാൻറ്റേജസ്? മക്കളെ, ഫ്രിക്ഷന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഫ്രിക്ഷന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എടാ, ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കിപ്പോ തറയെ നിൽക്കാൻ പറ്റണത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഐസ് പോലത്തെ തറയിലാണ് നിൽക്കുന്നത്, നമ്മൾ വഴുതി വീഴൂലേ? കാരണം എന്താണ്? അവിടെ ഫ്രിക്ഷൻ കുറവാണ്. നമ്മുടെ തറയിൽ എന്ത് കൂടുതലാണ്? ഫ്രിക്ഷൻ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റും? നമുക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റും. ഫ്രിക്ഷൻ ഈസ് എന്താണ്, എസെൻഷ്യൽ ഇവൽ എന്ന് കേട്ടല്ലേ? അതായത് ആവശ്യമായൊരു ഇവിളാണെന്നാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. ആരാന്ന് എനിക്ക് ഉറപ്പില്ല, എന്തായാലും നോക്കട്ടെ. എന്താണ്? ഫ്രിക്ഷൻ ഈസ് എസെൻഷ്യൽ ഈവിൽ. എന്താണ് എസെൻഷ്യൽ ഇവിൾ? എസെൻഷ്യൽ ഈവിൾ. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണ്, നമുക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കും, ഒപ്പം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇതിന്റെ അഡ്വാൻറ്റേജ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നേരെ നിൽക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. യാത്ര ചെയ്യണമെങ്കിൽ ടയർ ഉരുണ്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം അല്ലേ? അപ്പൊ എന്താണ്, ഫ്രിക്ഷൻ ഒരു എസെൻഷ്യൽ ഇവിളാണ്, ആവശ്യമായിട്ടുള്ള ഒരു ഇവിളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. കാരണം അഡ്വാൻറ്റേജ് അത്രക്ക് ഉപയോഗമുണ്ട് നമുക്ക് കേട്ടാ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആണ്. യൂസ് ലൂബ്രിക്കൻസ്, യൂസ് ബോൾ ബെയറിങ്സ്. അതിന് എക്സാമ്പിൾ ആണ് എന്നിട്ട് ഈ ലൂബ്രിക്കൻസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഓയില്, ഗ്രീസ്, എന്തില്? സൈക്കിളിന്റെ ചെയിനിൽ ഒഴിക്കുന്ന ഓയിലും ഗ്രീസും. ബോൾ ബെയറിംഗ് എവിടെ യൂസ് ചെയ്യുക? ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള പല പാർട്സിൽ ഉപയോഗിക്കും കേട്ടോ. ഇനി ഡസ് ഫ്രിക്ഷൻ ഹാവ് എ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയില്ലേ? ഉണ്ട്. എന്ത് ഡിസഡ്വാൻറ്റേജ് ആണ്? ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഒന്ന് എഴുതേണ്ട. എടാ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കാറ് അല്ലെങ്കിൽ വേണ്ട സൈക്കിൾ തന്നെ പിടിക്കുക. സൈക്കിളിന്റെ ടയർ ഇല്ലേ? സൈക്കിളിന്റെ ടയർ ഒരഞ്ഞ് തീർന്നത് നമ്മൾ ടയർ മാറ്റൂലേ? ഇല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഒരഞ്ഞ് തീരണത്? ഈ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. റോഡും ടയറും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്. ഈ ഫ്രിക്ഷൻ എപ്പോൾ ഉള്ളപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഒരഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് എന്ത് ചെയ്യും? ഈ ഗ്രിപ്പ് തീരും. ഗ്രിപ്പ് തീരുമ്പോൾ എന്ത് പറ്റും? ടയർ മാറ്റേണ്ടി വരും. ഈ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇത് വരെയോ? ഇല്ലല്ല. ഒരഞ്ഞില്ലെങ്കിൽ നമുക്ക് ടയർ മാറ്റണോ? വേണ്ട. പക്ഷെ ഫ്രിക്ഷൻ ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് എന്താണ് എസെൻഷ്യൽ ഇവിൾ എന്ന് പറയുന്നത്. നമുക്കത് ആവശ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് കുറെ ദുരുപകാരങ്ങൾ നമുക്കുണ്ട് കേട്ടാ. അപ്പൊ നോക്കിയടാ, വെയർ ആൻഡ് ടിയർ. വെയർ ആൻഡ് ടിയർ അതായത് ഈ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്നിട്ട് ഈ വെയർ ആൻഡ് ടിയർ സംഭവിക്കുക. ഈ വെയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരയുക, ഒരഞ്ഞ് തീരുക, പിന്നെ കീറുക, ഇതൊക്കെ ഫ്രിക്ഷൻ കാരണം പറ്റണ കുറെ കാര്യങ്ങളുണ്ട്. അതിനാണ് വെയർ ആൻഡ് ടിയർ എന്ന് പറയാം കേട്ടോ. ഇനി വേറെ ഒരെണ്ണം എന്താണ് ഫ്രിക്ഷൻ കാരണം സംഭവിക്കുന്നത്? ഹീറ്റ് ഉണ്ടാവും. ഹീറ്റിംഗ്. എന്താണ്? ഹീറ്റിംഗ് ഉണ്ടാവും മക്കളെ. ഞാൻ കേട്ടെ, നമ്മിപ്പോ കൈ തന്നെ നോക്കട്ടെ. കൈ തന്നെ ഞാൻ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവൂലേ? തമ്മിൽ വരയുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവൂലേ? അപ്പൊ നിങ്ങൾ നല്ലോണം ഒന്ന് വരച്ചു നോക്കിയേ, ഉള്ളിലൊരു ചൂടുണ്ടാവൂലേ? ആ ഹീറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ വലിയ വലിയ ഇൻഡസ്ട്രീസിലും കുറെ കമ്പനിയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹീറ്റ് പ്രശ്നമായി മാറും. എന്താവും? പ്രശ്നമായിട്ട് മാറും. ഹീറ്റിംഗ് അപ്പൊ എന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടാ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റണത്? ഈ ലൂബ്രിക്കൻസും ബോൾ ബെയറിങ്സും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി ഫ്രിക്ഷന്റെ ഡിസഡ്വാൻറ്റേജിൽ ഒരെണ്ണമാണ് വെയർ ആൻഡ് ടിയർ. അതിനൊരു എക്സാമ്പിൾ ആണ് എന്നിട്ട് ഈ സൈക്കിളിന്റെ ടയറൊക്കെ ഒരഞ്ഞു തീരുന്നത്. പിന്നെന്താണ്? ഹീറ്റിംഗ്, ചൂടാവണതും ഒരു പ്രശ്നമാണ് കേട്ടാ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്തിട്ടാണ് എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാം, രണ്ടാമത് എങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. എന്താണ് മക്കളെ കോണ്ടാക്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സും? അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? തൊട്ടിട്ട് ഒരു ഫോഴ്സ് കൊടുക്കണമെങ്കിൽ അത് കോണ്ടാക്റ്റും, അല്ലാത്തത് എന്താണ്? നോൺ കോണ്ടാക്റ്റും. വളരെ സിമ്പിൾ. ഇനി ഇതിലേതൊക്കെയാണ് കോണ്ടാക്റ്റും ഇതിലേതൊക്കെയാണ് നോൺ കോണ്ടാക്റ്റും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഒന്ന് വായിച്ചടാ. എ പ്ലാസ്റ്റിക് കോംബ് attracting small bits of paper after you rub it to your dry hair
ഇത് നമ്മ ക്ലാസ്സിൽ സ്ഥിരം ചെയ്തിട്ടുള്ളതായിരിക്കുള്ളൂ പണ്ടൊക്കെ. അതായത് എന്ത് ചെയ്യും, ഈ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യും, തലയിൽ ഇങ്ങനെ നല്ലോണിട്ട് അങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പേപ്പറിന്റെ അടുത്തുകൊണ്ട് വെക്കുമ്പോൾ പേപ്പർ ഇങ്ങനെ അടുക്കണ പോലെ തോന്നൂലേ സ്കെയിലിന്റെ. പക്ഷെ സ്കെയിലുമ്മ ശരിക്കും പറഞ്ഞാൽ സ്കെയിൽ മുട്ടിക്കണോ നമ്മ പേപ്പറുമ്മ? വേണ്ടല്ല. സ്കെയിൽ ആദ്യം നമുക്ക് തലയിട്ട് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പേപ്പറിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവെക്കും. മുട്ടിക്കോ? ഇല്ല. മുട്ടിക്കണേ മുന്നേ എന്ത് ചെയ്യും, ഈ സാധനം പൊന്തി വരും പേപ്പർ. അത് കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ആണോ? സിമ്പിൾ. എന്താണ്? നോൺ കോണ്ടാക്ട് ആണ്. കാരണം സ്കെയിൽ അടുത്ത് കൊണ്ടുവരും. മുട്ടിക്കണേ മുന്നേ സാധനം അടുക്കൂലേ, പേപ്പർ പൊന്തി വരണില്ലേ? അതിന് കാരണം എന്താണ്? അത് നോൺ കോണ്ടാക്ട് ആണ്. തൊടാണ്ട് തന്നെ ആ സാധനം പൊന്തി വന്നു. അപ്പൊ എന്താണ്? നോൺ കോണ്ടാക്ട് ആണ്. മക്കളെ ഇതപ്പോ എന്താണ്? നോൺ കോണ്ടാക്ട്. NC എന്ന് ഇടേണ്ട ഞാൻ. നോൺ കോണ്ടാക്ട് ഫോഴ്സ്. NCF, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇത് നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ NCF എന്ന് ഇട്ടാൽ ടീച്ചർ മാർക്ക് തരില്ല കേട്ടാ. പറഞ്ഞില്ലാന്ന് കേട്ടാ. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് മര്യാദക്ക് എഴുതിക്കോളാം. ഇനി എന്ത് കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ് ഇത് മക്കളെ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. പക്ഷെ ഇത് എന്ത് ഫോഴ്സ് ആണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അതെന്താണെന്ന് അറിയില്ലെങ്കിൽ തൽക്കാലം കേട്ട് വെച്ചോ. ഈ സ്കെയിൽ റബ്ബ് ചെയ്തിട്ട് സാധനം പൊങ്ങി വരണത് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. കേട്ടാ? നെക്സ്റ്റ്, ലീവ്സ് സ്വേയിങ് ഇൻ ദ വിൻഡ്. എടാ നോക്കിയേ, നമ്മുടെ ഇലയൊക്കെ കിടന്ന് ആടണാണല്ലേ? ഏത്? ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആടണാണ്. എവിടാ? കാറ്റത്തും ഈ വീട്ടിലൊക്കെ കാണാം. ഇലതെ പൊന്തി വന്തി ഇങ്ങനെ ആടി കളിക്കണ കാണാം അല്ലേ? അത് കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? നമുക്ക് ഒരു ത്വര വരും. എന്നിട്ട് ഇത് നോൺ കോണ്ടാക്ട് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇലയമൊന്നും തൊടണില്ലല്ലോ, നമ്മ കാണുമ്പോൾ ഇലയമൊന്നും തൊടണില്ല. അപ്പൊ എന്ത് വിചാരിക്കും? അത് നോൺ കോണ്ടാക്ട് ആണെന്ന് ചോദിക്കും. പക്ഷെ മക്കളെ അതെന്താണ്? കോണ്ടാക്ട് ആണ്. തൊട്ടിട്ട് തന്നെയാണ്. എടാ അതായത് നമ്മുടെ എയറിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ട്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിട്ടാണ് എന്നിട്ട് ഈ ഇല ഇങ്ങനെ എന്ത് ചെയ്ത് ആടിക്കളിപ്പിക്കണത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇലയമ കൊള്ളണുണ്ട്, വളരെ ചെറുതാണ്, നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഇലയമ കൊള്ളണതിന്റെ പേരിലാണ് ഇല ഇങ്ങനെ എന്ത് ചെയ്ത് ആടിക്കളിക്കുന്നത്. കേട്ടാ? അപ്പൊ അങ്ങനെ കൊണ്ടിട്ടാണ് ഇല ആടിക്കളിക്കണമെങ്കിൽ അത് കോണ്ടാക്ട് ആണ്. എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ്. ഇവിടെ എന്താണത്? കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ്. ഇനി മാംഗോ ഫോളിങ് ഡൗൺവേർഡ്. എടാ അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? മാംഗോ താഴത്തേക്ക് വീഴാൻ കാരണം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് ഞാൻ എഴുതാനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് മാംഗോ താഴത്ത് വീഴാൻ കാരണം. അത് എന്ത് ഫോഴ്സ് ആണ്? കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? എടാ ഞാനിപ്പോ ഒരു സാധനം ഇവിടെ പിടിച്ച്, ഇത് ഞാൻ വിട്ടു നോക്കാം. ഇത് അടിക്ക് പോകാനായിട്ട് വല്ലതും വന്ന് വലിക്കണോ? വേണ്ടല്ല. തന്നെ അങ്ങടെ അടിക്കൊക്കെ ഉള്ളൂലേ. അതിനാരും വന്ന് പിടിക്കണോ? വേണ്ട. അങ്ങനെ ഒരു സഹായം ഇല്ലാണ്ട് ആ സാധനം അടിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്താണ്? അത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എന്താണ്? നോൺ കോണ്ടാക്ട് ആണ്. NCF എന്ന് ഇടേണ്ട. NCF, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇനി നെക്സ്റ്റ്, എടാ മാഗ്നറ്റ് അട്രാക്ടിങ് അയൺ ഓർ പിൻസ് എവേ ഫോർ ഫാർ അവേ. എന്താണ്? അയൺ അല്ല, ബാർ മാഗ്നറ്റ് അട്രാക്ടിങ് അയൺ നെയിൽസ് ഓർ പിൻസ് ഫ്രം ഫാർ അവേ. ഓൾസോ ടു മാഗ്നറ്റ്സ് പുഷിങ് ഈച്ച് അതർ അവേ. എടാ മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടാൽ തന്നെ കണ്ണും പൂട്ടി പറഞ്ഞ എന്താണ്? നോൺ കോണ്ടാക്ട് ആണ്. കാരണം മാഗ്നറ്റ് ഞാനിപ്പോ ഒരു മാഗ്നറ്റ് എടുത്ത് ഇവിടെ ഒരു പിന്നെടുത്ത് ഇത് ഇത്ര അടി അടുത്ത് കൊണ്ടുവച്ചാൽ തന്നെ പിന്നെ ഒന്ന് അടുക്കൂലേ? ഇത് തമ്മിൽ കോണ്ടാക്ട് വരണേ മുന്നേ എന്ത് പറ്റും? ഈ സാധനം അടുക്കാൻ തുടങ്ങും അല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് ചുറ്റും. ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? ഇതിനെ അട്രാക്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? നോൺ കോണ്ടാക്ട് ആണ്. എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ്. കേട്ടാ? അപ്പൊ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 1-2 എക്സാമ്പിൾ ആണ്. എന്താണെന്ന് ആദ്യം എഴുതുക. കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് ആദ്യം എഴുതുക. എന്നിട്ട് എന്ത് കൈൻഡ് ഓഫ് ഫോഴ്സ് ആണെന്നും കൂടി എഴുതി വെക്കുക കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്, മാഗ്നറ്റിക്, ഗ്രാവിറ്റേഷണൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയിട്ട് കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം എന്താണ് ഈ ചാപ്റ്ററിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതും ബേസിക് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ഈ സാധനം എഴുതിയെടുക്കുക കേട്ടോ.
എന്നിട്ട് ചാപ്റ്റർ തീരുമ്പോൾ എന്നെ ഒന്ന് കാണിക്കുക. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക കേട്ടോ. ബേസിക്കലി നമുക്ക് എന്തറിയണം, ഞാൻ പറഞ്ഞില്ലേ, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. ഏത് ഈ സാധനം ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം കേട്ടാ. പിന്നെ കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്, അതെന്തൊക്കെ തരം ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ മേജർ ടോപ്പിക്. പിന്നെ എന്താണ് റഫറൻസ് പോയിന്റ്, ഒരു സാധനം നീങ്ങുകയാണോ നിൽക്കുകയാണോ എന്ന് അറിയുന്നത്. ഈ 3 സാധനം ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ എല്ലാ മാർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു.